ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ ഫ്രാൻസിസ് എന്ന പേര് സ്വീകരിച്ചത്. എന്താണ് ഫ്രാൻസിസ് എന്ന ആ പേരിൻ്റെ അർത്ഥം? സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഉത്തമ ഉദാഹരണവും രണ്ടാം ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ നാമമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതിനെക്കുറിച്ച് രണ്ട് വാദങ്ങൾ നിലനിൽക്കുന്നുണ്ട്. 2013 മാർച്ച് 19 കർദിനാൾ ബിഷപ്പ് ജോർദോ മരിയ ബെർഗോഗ്ലിയോ പിന്നീട് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തൻ്റെ പേര് ഫ്രാൻസിസ് ഫസ്റ്റ് എന്ന് പരസ്യമായി വെളിപ്പെടുത്തി, ഔദ്യോഗികമായി ഒപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് വത്തിക്കാൻ ഇടപെട്ടു, പേര് ഫ്രാൻസിസ് എന്ന് മാത്രമാക്കി ചുരുക്കി എന്നും ചരിത്രത്തിൽ ഇതുവരെ മറ്റു മാർപ്പാപ്പമാരുടെ പേരുകൾ സ്വീകരിച്ച് അതിൽ റോമൻ അക്കങ്ങൾ കൂടെ ചേർത്താണ് പേരുകൾ തിരഞ്ഞെടുത്തിരുന്നത് എന്നും അതുകൊണ്ട് തന്നെ ഒരു പുതിയ മാറ്റമായി പുതിയ മാർപ്പാപ്പയുടെ പേരിനൊപ്പം റോമൻ അക്കങ്ങൾ കൂട്ടിച്ചേർത്തില്ല എന്നും ഇനിയൊരു മാർപ്പാപ്പ ഈ പേര് സ്വീകരിക്കുമ്പോൾ അത് കാലം രേഖപ്പെടുത്തിക്കൊള്ളും എന്നും ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനാൽ പോപ്പ് ഫ്രാൻസിസ് എന്ന് മാത്രം അവർ വിളിച്ചു പോന്നു. ഇതാണ് ഒരു വാദം. രണ്ടാമത്തെ വാദം എന്താണ് എന്ന് വെച്ചാൽ ഇതിന് നേർവിപരീതമാണ്. അതായത് മാർപ്പാപ്പയുടെ സ്ഥാനാരോഹണ സമയത്ത് വത്തിക്കാന്റെയും മാർപ്പാപ്പയുടെയും വെളിപ്പെടുത്തലും പിന്നീട് വന്ന ലേഖനങ്ങളിലെ മാർപ്പാപ്പയുടെ ഔദ്യോഗിക ഒപ്പ് രേഖപ്പെടുത്തലിലും ഉള്ള ഫ്രാൻസിസ് ഫസ്റ്റ് എന്ന പേരാണ് ഇവർ അംഗീകരിക്കുന്നത്. എന്നാൽ വത്തിക്കാൻ ഇതിനെക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല. ഇപ്പോഴും ഈ രണ്ട് വാദങ്ങളും അതുപോലെ നിലനിൽക്കുകയും ചെയ്തു. എന്തായാലും അദ്ദേഹം കരുണയുടെ പിതാവായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അന്ത്യവിശ്രമം ഒരുക്കേണ്ടത് റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലായിരിക്കണം എന്നാണ് മാർപ്പാപ്പ മരണപത്രത്തിൽ പറയുന്നത്. മുൻ മാർപ്പാപ്പമാരിൽ ഭൂരിഭാഗം പേരും അന്ത്യവിശ്രമം കൊള്ളുന്നത് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ്. ശവകുടീരത്തിൽ പ്രത്യേക അലങ്കാരങ്ങളൊന്നും പാടില്ല എന്നും ലാറ്റിൻ ഭാഷയിൽ ഫ്രാൻസിസ് എന്ന് മാത്രം എഴുതിയാൽ മതി എന്നും മരണപത്രത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ പേരിനെ അദ്ദേഹം എത്രത്തോളം സ്വീകരിച്ചോ, ആ പേരിനെ അദ്ദേഹം എത്രത്തോളം സ്നേഹിച്ചോ, ആ പേരിൻ്റെ അർത്ഥം എത്രമാത്രം തൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ടോ അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുടനീളം, മാർപ്പാപ്പയായിരിക്കുന്ന ജീവിതത്തിലുടനീളം അദ്ദേഹം അത് പാലിക്കുകയും ലാസ്റ്റ് ഈസ്റ്റർ സന്ദർശനത്തിൽ കൂടി മാനുഷിക പരിഗണനകളിലൂടെ മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയെക്കുറിച്ച് പരാമർശിക്കുകയും ഇനി തൻ്റെ കല്ലറയിലും ഫ്രാൻസിസ് എന്ന പേര് മാത്രം മതി എന്നും പറയുന്നതിലൂടെ അദ്ദേഹം എത്രമാത്രം കരുണാവാനായ ഒരു മനുഷ്യനായിരുന്നു എന്നുള്ളത് വ്യക്തമാവുകയാണ്. 10,000-കണക്കിന് വിശ്വാസികളാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് കഴിഞ്ഞ ദിവസം മുതൽ ഒഴുകിയെത്തുന്നത്. രാത്രിയിൽ നടന്ന സംസ്കാര ശുശ്രൂഷകൾക്ക് കർദിനാൾ കെവിൻ ഫെറലാണ് നേതൃത്വം നൽകിയത്. മാർപ്പാപ്പയുടെ മരണകാരണം വ്യക്തമാക്കി വത്തിക്കാൻ വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഹൃദയസ്തംഭനവും പക്ഷാഘാതവുമാണ് മരണത്തിലേക്ക് നയിച്ചത് എന്ന് വത്തിക്കാൻ അറിയിച്ചു. വത്തിക്കാനിൽ കർദിനാൾമാരുടെ യോഗം ചേരും, സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ അടുത്ത ദിവസം പൊതുദർശനം നടക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ചില പ്രത്യേക കാര്യങ്ങൾ. അദ്ദേഹം ധരിക്കാൻ തിരഞ്ഞെടുത്ത മുദ്രമോതിരത്തിനൊരു പ്രത്യേകതയുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ മോതിരം സ്വർണം പൂശിയ വെള്ളി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. പോൾ ആറാമൻ മാർപ്പാപ്പയുടെ പേഴ്സണൽ സെക്രട്ടറിയിൽ നിന്ന് കൈമാറിയ പേപ്പൽ മോതിരത്തിൻ്റെ അതേ രൂപകൽപ്പനയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. 2 താക്കോലുകളും കൈവശം വെച്ചിരിക്കുന്ന വിശുദ്ധ പത്രോസിൻ്റെ ചിത്രം അതിലുണ്ട്. അതിലെ ഒരു താക്കോൽ സ്വർഗത്തിലെ ശക്തിയെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ മറ്റൊന്ന് ഭൂമിയിലെ പെപ്പസിയുടെ ആത്മീയ അധികാരത്തെയും സൂചിപ്പിക്കുന്നു. മനുഷ്യരെ പിടിക്കുന്ന ആൾ എന്ന നിലയിൽ മാർപ്പാപ്പയുടെ പ്രാധാന്യത്തെയും ഈ മോതിരം പ്രതിനിധീകരിക്കുന്നുണ്ട്. ദിവ്യബലിക്കിടെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ലഭിച്ച പാലിയം ബെനഡിക്ട് 16 മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്ന അതേ പാലിയം ആയിരുന്നു. ക്രൈസ്തവ സമൂഹത്തിനുമേലുള്ള മാർപ്പാപ്പയുടെയോ ആർച്ച് ബിഷപ്പിന്റെയോ അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ് പാലിയം. നഷ്ടപ്പെട്ട രോഗിയായ അല്ലെങ്കിൽ ദുർബലനായ ആടിനെ തന്റെ ചുമലിൽ വയ്ക്കുന്ന ഇടയന്റെ ദൗത്യത്തെയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. പീഠാനുഭവ സമയത്ത് ക്രിസ്തുവിനേറ്റ മുറിവുകളെ പ്രതീകപ്പെടുത്തുന്ന 6 ചുവന്ന കുരിശുകൾ കൊണ്ട് മാർപ്പാപ്പ ധരിക്കുന്ന പാലിയം അലങ്കരിച്ചിരിക്കുന്നു. എല്ലാ പാലിയങ്ങളെയും പോലെ അവസാന ഭാഗവും കറുത്ത പട്ടുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ചുങ്കക്കാരനായ മത്തായിയുടെ വെളിയുടെ സുവിശേഷ വിവരണത്തെ അടിസ്ഥാനമാക്കിയാണത്രേ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ ആപ്തവാക്യം തയ്യാറാക്കിയത്. അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മുദ്രാവാക്യം പോലെ മാർപ്പാപ്പ ആയപ്പോഴുള്ള മുദ്രാവാക്യവും ലാറ്റിൻ പദമായ മിസറാൻഡോ അറ്റ്ക്യൂ എലിജൻഡോ എന്നാണ്. അതിനർത്ഥം കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെ അവനെ കണ്ടതിനാൽ അവനെ തിരഞ്ഞെടുത്തു. കൂടുതൽ ലളിതമായി പറഞ്ഞാൽ കരുണ കാണിച്ച് അവനെ വിളിച്ചു എന്നാണ്. 8-ാം നൂറ്റാണ്ടിലെ ഒരു ഇംഗ്ലീഷ് ക്രിസ്ത്യൻ എഴുത്തുകാരനും സഭാ ഡോക്ടറുമായിരുന്ന സെന്റ് ബീഡിന്റെ ഒരു പ്രസംഗത്തിൽ നിന്നാണ് ഈ വാചകം. ഫ്രാൻസിസ് പാപ്പയുടെ ആത്മകഥ ഹോപ്പ് എന്ന പേരിൽ പുറത്തിറങ്ങി. പദവിയിലിരിക്കെ ഒരു മാർപ്പാപ്പയുടെ ആത്മകഥ പുറത്തിറങ്ങുന്നതും ആദ്യമായാണ്. 320 പേജുകളുള്ള ഈ പുസ്തകത്തിൽ സ്പെയിനിലെ കുട്ടിക്കാലം മുതലുള്ള തൻ്റെ ജീവിതമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇറ്റാലിയൻ മാധ്യമ പ്രവർത്തകനായ കാർലോ ബൂസോയുമായി ഫ്രാൻസിസ് മാർപ്പാപ്പ നടത്തിയ 6 വർഷത്തിലേറെ നീണ്ട സംഭാഷണങ്ങളിൽ നിന്നാണ് ആത്മകഥ രചിച്ചിരിക്കുന്നത്. തൻ്റെ മരണശേഷം പുസ്തകം പുറത്തിറക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടിരുന്നത്. എന്നാൽ കത്തോലിക്ക സഭ പ്രത്യാശയുടെ വർഷമായി ആചരിക്കുന്ന ഈ വർഷം തന്നെ ഇത് ഇറക്കാൻ തീരുമാനിക്കുകയായിരുന്നു.
സ്വന്തം തീരുമാനങ്ങളെക്കുറിച്ചുള്ള നിഷ്പക്ഷമായ വിലയിരുത്തലും ഖേദപ്രകടനങ്ങളും ഈ ആത്മകഥയിലുണ്ട്. സഹപാഠിയെ ഇടിച്ച് ബോധം കെടുത്തിയതും ഒടിച്ച സൈക്കിൾ നന്നാക്കാനുള്ള പണം നൽകാൻ സഹപാഠിയെ നിർബന്ധിച്ചതും ചെറുപ്പകാലത്തെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളായി പാപ്പ വിവരിക്കുന്നു. എന്നാൽ പാപ്പയുടെ ജീവിതത്തിലെ അധികം അറിയപ്പെടാത്ത ഏടുകൾ ഹോപ്പിലും അനാവൃതമാകുന്നില്ല. 1990-92 കാലത്ത് അർജന്റീനയിലെ കോർഡോബയിൽ ചിലവിട്ട കാലവും ജർമ്മനിയിൽ ദൈവശാസ്ത്രത്തിൽ ഗവേഷണം നടത്തിയിരിക്കുന്ന കാലവുമാണത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ, അദ്ദേഹം കടന്നുപോയ വഴികൾ സൂചിപ്പിക്കുന്നത് പോലെ, അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തികളും സൂചിപ്പിക്കുന്നത് പോലെ അദ്ദേഹം കാരുണ്യവാനായ ഇടയൻ തന്നെയായിരുന്നു. ന്യൂസ് ഡെസ്ക് കർമാൻസ്.